ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം 6 മണിയായപ്പോൾ ഞാനും വേദവും കോഴിക്കോടുള്ള ഒരു സാറിൻ്റെ വൈഫും കൂടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട് പണിയെല്ലാം പെട്ടെന്നാവും കേട്ടോ. 2 മാസം കൊണ്ട് തന്നെ അവർ വീടിൻ്റെ ഒരുവിധം എല്ലാ പണിയും തീർക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചെടി കാണുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മൊട്ട് പോലെയാണ് നിൽക്കുന്നത്, വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചെടി കണ്ടത്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിന്. ഇതാണ് ഇവിടെ വൈകുന്നേരത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ കുറേ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടത്, ഈ മരത്തിൽ കുറേ കിളികളുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഒരു അണ്ണാനെ കണ്ടത് കേട്ടോ. അതാണെങ്കിൽ പൂവണുണ്ടായിരുന്നില്ല, അടുത്തേക്ക് വരുമ്പോൾ പൂവണുണ്ടായിരുന്നില്ല. പിന്നെ വേദു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് പോയിട്ടുണ്ടായിരുന്നു. വേദുവിൻ്റെ ഈ മേലുള്ള പൊടിയെല്ലാം അവിടെ ഇരുന്നതിൻ്റെ റിസൾട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് നടക്കാൻ ഇറങ്ങുകയാണ്. അവിടെ ആ ഒരു വഴി എത്തിയപ്പോഴും കുറേ കണ്ടു അങ്ങനത്തെ ചെടികൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് വിരിയുന്ന സമയമൊന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറേ ഉണ്ടായിരുന്നു അത്. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞ് എന്തോ പറയുന്നുണ്ടായിരുന്നു, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരിറങ്ങുന്ന സമയമാണിത്. മിക്കവാറും 6:30 ആ ഒരു സമയം വരെ, 7 മണി വരെ മിക്കവാറും വെയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചെറുതായിട്ടെങ്കിലും വെയിലെല്ലാം ഉണ്ടാവാറുണ്ട്. രാത്രി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ അവിടെ ഒരു കുഞ്ഞ് വെള്ളം കോരുന്ന കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അമ്മയാണ് തോന്നുന്നുണ്ട് ഇത്. ഇവർ മാത്രമേ ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം കോരിയിട്ട് എടുക്കുന്നത് കാണാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഉണ്ട്. നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വിൻമില്ലും എല്ലാം കാണാൻ പറ്റും കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സ്ഥലം നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. വിൻമില്ലാണ് മെയിനായിട്ടുള്ളത്. എനിക്ക് വീഡിയോയിൽ സൂം ചെയ്താലും വിൻമില്ല് കിട്ടുമോയെന്ന് സംശയമാണ് കേട്ടോ. കാരണം അത് ഏകദേശം ഒന്നും ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ കാണിക്കാനേ അത് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ വിൻമില്ലുണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഈവനിങ്ങിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ നടക്കാനിങ്ങനെ ഇറങ്ങുന്നാറുണ്ട് കേട്ടോ. കുറേ സമയത്തിന് ശേഷം വേദുവിനോട് ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയതാണ് കേട്ടോ. അല്ലാതെ അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ തന്നെ അവിടെ പോയിട്ട് ഇരിക്കാൻ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞും കൂടെ അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും കുഞ്ഞുകാലാടുന്നുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കും ആ പൂവ് നന്നായിട്ട് വിടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ആ ഒരു പൂവ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വേദ് 2-3 പൊട്ടിച്ചിട്ട് എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ വീഡിയോസ് എല്ലാം എടുത്തു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിനെന്ത് പേരാണ് വിളിക്കലോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 2-3 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. 2 അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു പട്ടിക്കുട്ടികളായിരുന്നു. 2 തന്നെ ഇങ്ങനെ കമിഴ്ന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയെല്ലാം ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. ഇരുട്ടായിട്ട് കേട്ടോ വീട്ടിലേക്കെല്ലാം പോകുന്നത്. ഞാൻ വേദുവിനോട് പറയുന്നുണ്ട്, വാ വാ എന്ന് പറയുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ.